നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇറാൻ കീഴടങ്ങണമെന്ന് തുറന്ന മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക ശക്തി നിർവീര്യമാക്കിയെന്ന അവകാശവാദം. ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബ. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ലോക രാഷ്ട്രീയത്തിൽ വീണ്ടും തീപ്പൊരി പടർത്തുകയാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ അത് വെറും രാഷ്ട്രീയ പ്രസ്താവനയാണോ, അല്ലെങ്കിൽ തീർക്കുമെന്ന അന്ത്യശാസനമോ? ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ ക്യൂബയെയും ലക്ഷ്യമിടുന്ന സൂചനകൾ ലാറ്റിൻ അമേരിക്കയിലും പുതിയ സംഘർഷത്തിന് വാതിൽ തുറക്കുമോ? ഇറാൻ ഇന്ന്, ക്യൂബ നാളെ. ലോക രാഷ്ട്രീയത്തിൽ അമേരിക്ക പുതിയ യുദ്ധരേഖ വരയ്ക്കുകയാണോ? പക്ഷേ കീഴടങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, അമേരിക്കയോട് വെടിനിർത്തലിന് ആവശ്യപ്പെടില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാവുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, ഈ യുദ്ധം ആരവസാനിപ്പിക്കും? ഇറാന്റെ നാവിക ശക്തി ഇല്ലാതാക്കി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം യുദ്ധം തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. വെടിനിർത്തലിന് അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാനെ തീർത്തു കഴിഞ്ഞാൽ ക്യൂബയായിരിക്കും അടുത്ത ലക്ഷ്യമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. ആകാശമാർഗത്തിലൂടെ മാത്രമല്ല, കടലിലും യുദ്ധം തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ഈ യുദ്ധം ആരവസാനിപ്പിക്കും, ആര് മധ്യസ്ഥത വഹിക്കും? ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സിബി സത്യൻ, ശ്രീ സജിമോൻ ആന്റണി എന്നിവർ ചേരുന്നു. ശ്രീ സജിമോൻ ആന്റണി, എന്താണ് അമേരിക്കയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഇറാനോട് കീഴടങ്ങണം എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ നാവിക ശക്തിയെ നിർവീര്യമാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. ഇറാൻ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു കീഴടങ്ങലിലേക്കോ അല്ലെങ്കിൽ ആക്രമണം കുറയ്ക്കുമെന്നോ ഉള്ള ഒരു മറുപടിയും വരുന്നില്ല. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വെടിനിർത്തലിന് അമേരിക്കയോട് ആവശ്യപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ട്രംപിനെങ്ങനെ ഇത്രയും വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നു ഇറാന്റെ സൈനിക ശക്തി ഇല്ലാതാക്കിയെന്ന്? മഞ്ജുഷ്, ഓപ്പറേഷൻ ലയൺ റോർ അല്ലെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇന്ന് 7 ദിവസം പിന്നിടുമ്പം ഏകദേശം 1350ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ്ലി ഇറാനിൽ നിന്നാണ്. അപ്പോൾ ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമ്മൾ ഒരു മിലിറ്ററി അനലിസിസ് പറയുകയാണെങ്കിൽ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറാന് ഇസ്രായേലിലേക്ക് വിടുന്ന മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകളുടെയൊക്കെ എണ്ണം 80 to 90% ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ. അതിന്റെ അർത്ഥം ഇറാൻ അടിയറവ് പറഞ്ഞു എന്നുള്ളതല്ല. ഇറാനും ഇറാന്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിലിറ്ററി മൈറ്റിനോട് ആകാശത്ത് അല്ലെങ്കിൽ ആ ഒരു പിടിച്ചുനിൽപ്പ് ഉണ്ടാവത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു തെളിവ്. രണ്ടാമത്, ഏകദേശം 60-ലധികം സുപ്രീം ലീഡേഴ്സ് ആണ്, ലീഡേഴ്സ് ഉൾപ്പെടെ മിലിറ്ററിയും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉള്ള ആരെയാണ് അവർ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ട് അല്ലെ തേർഡ് ഇൻ കമാൻഡ് ആയിട്ട് കൊണ്ടുവരുന്നു, അവരെയൊക്കെ ഡെസിമേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് ആദ്യ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എല്ലാ അയൽ രാജ്യങ്ങളിലേക്കും റാൻഡംലി 14 രാജ്യങ്ങളിലേക്ക് വിട്ടു, ഇൻക്ലൂഡിങ് 2 ദിവസം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ യൂറോപ്പിലേക്കും സൈപ്രസിലേക്കും അതോടൊപ്പം മിനിങ്ങാന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വരെ ഒരു പടർന്നതുപോലെ കണ്ടു നമ്മൾ. എന്നാൽ ഇന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് ഇറാനെ കൂടുതൽ ബോംബാർഡ്മെന്റ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവർ ഇൻലാൻഡിലേക്ക്, അതായത് ഈ പെരിഫറിയിൽ നിന്ന് അല്ലെങ്കിൽ മിലിറ്ററി സെന്ററിൽ നിന്ന് കുറച്ചുകൂടെ അകത്തേക്ക് വന്ന് ബോംബാർഡ് ചെയ്യുന്ന ഒരു വേവ് ഓഫ് ക്യാമ്പയിൻ നമ്മൾ കാണുന്നു. അതോടൊപ്പം ഇറാനിന്റെ അമ്യൂണേഷന്റെ കുറവാണോ അത് സ്ട്രാറ്റജിയിലെ ഷിഫ്റ്റ് ആണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഏതായാലും അവരുടെ ഫോക്കസ് ഇസ്രായേൽ, UAE, ഇറാഖ്, അവിടെയൊക്കെയുള്ള സൗദിയിലൊക്കെയുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെയുള്ള ലോഞ്ച് ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഏതായാലും ഇവിടെ നിന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. അമേരിക്കൻ ജനത ഏകദേശം 59.5 അല്ലെങ്കിൽ ഏകദേശം 60% പബ്ലിക് ഈ ഒരു യുദ്ധത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനിൽ ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫ്രീഡം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഇറാനിയൻ ജനത തന്നെ മെജോറിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക വന്ന് അറ്റാക്ക് ചെയ്ത് അല്ലെ ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് ഈ അഡ്മിനിസ്ട്രേഷനെ തള്ളിക്കളയണം, അല്ലെ പറഞ്ഞു വിടണം എന്നുള്ള ഒരു തീഷ്ണമായ ആഗ്രഹം ഇറാനിയൻ ജനതയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു.
എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 1350ഓളം ജീവൻ പൊലിച്ചു കളഞ്ഞു. അതോടൊപ്പം വേറൊരു കമന്റ് കൂടെ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇവിടെ ഉള്ളത്, അമേരിക്കൻ ജനത ഇതിനെ വെറുക്കാനുള്ള ഒരു കാരണം യുദ്ധത്തിനുള്ള ഒരു കോസ്റ്റ് ആണ്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റിൽ വന്നത് ഇനി ഒരു യുദ്ധത്തിലേക്ക് വെളിയിലേക്കില്ല. ഇറാൻ ഇറാഖിൽ പോയി മണ്ടത്തരം കാണിച്ചു, അഫ്ഗാനിസ്ഥാനിൽ പോയി മണ്ടത്തരം കാണിച്ചു, ലിബിയയിൽ കാണിച്ചു. അങ്ങനെ നമ്മൾ ട്രില്യൺസ് ഓഫ് ഡോളർ അമേരിക്കയുടെ വേസ്റ്റ് ആയി. ആ ഡോളേഴ്സ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ്, അമേരിക്കക്കാരുടെ പണമാണ് എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന പ്രസിഡന്റ് ഇപ്പത്തെ ഇതിനെയൊത്ത് പറയുകയാണെങ്കിൽ ഏകദേശം $900 million ആണ് ഒരു ദിവസത്തെ യുദ്ധത്തിന്റെ കോസ്റ്റ് ഇവിടെ നെക്സ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ് എങ്കിൽ ഗ്യാസ് പ്രൈസ് ഇവിടെ ഓൾറെഡി 50% കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഖത്തറിന്റെ ചില കോട്ടടിച്ച് പറയുകയാണെങ്കിൽ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് $150 വരെ ബാരലിന് വന്നേക്കാം എന്നുള്ളൊരു ഇൻഡിക്കേഷനും പറയുന്നുണ്ട്. അതായത് സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ ട്രംപ് ഇങ്ങനെ പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാന്റേതായിട്ടുള്ള പ്രതികരണം, നേരത്തെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നത് അമേരിക്കൻ സൈന്യം ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്താൽ അത് അവർക്ക് വലിയ ദുരന്തമായി മാറും. ഇതാണ് അദ്ദേഹം പറയുന്നത്. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിനോ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾക്കോ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഇറാന്റെ ഡോക്ടർ ജി ഗോപകുമാർ. ഇതൊരു വലിയ അവകാശവാദം എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സജിമോൻ പറയുന്നത് ഇപ്പോൾ നമ്മളും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ വാർത്ത റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ഇറാൻ ഈ മറ്റു രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകൾ, ഡ്രോണുകൾ അയക്കുന്നു എന്നല്ലാതെ തുടക്കത്തിലെ ആ ഒരു ആക്രമണം കാണുന്നില്ല ഇപ്പോൾ. പക്ഷെ അവരുടെ അവകാശവാദം ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ളതാണ്. ഇറാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുകയല്ല. ഇറാൻ്റേതായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയെ കരയുദ്ധത്തിന് ഒരർത്ഥത്തിൽ ക്ഷണിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം കരയുദ്ധത്തിൽ ഇറാനെ അത്ര എളുപ്പം കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. മാത്രമല്ല സാങ്കേതികവിദ്യയുടെയും മറ്റും ശാസ്ത്രത്തിൻ്റെയൊക്കെ ശക്തി ഉള്ളതുകൊണ്ട് ആകാശത്തു നിന്നും ബോംബാർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് പ്രത്യേക ചാതുര്യമുള്ളത് കൊണ്ടും അതോടൊപ്പം ഇസ്രയേലിൻ്റെ സാങ്കേതിക ശക്തി ഉള്ളതുകൊണ്ടുമൊക്കെ ഇസ്രയേലും അമേരിക്കയും കൂടെ ഇറാനെ തകർക്കാൻ വലിയ രീതിയിൽ കഴിയും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കരയുദ്ധത്തിലേക്ക് വരേണ്ട ഒരു സമയം വരും. ഇതിനിടയ്ക്ക് മറ്റ് ലോകരാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട റഷ്യയും ചൈനയുടെ നിലപാടുകളിൽ മാറ്റം വരുമോ നമുക്കറിഞ്ഞൂടാ. ഒരു കാര്യം സത്യമാണ്, ഇറാനെ പോലത്തെ ഒരു വലിയ രാജ്യത്തെ കരമാർഗത്തിൽ കൂടി കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമല്ല. ഇറാനിന് അകത്ത് ജനാധിപത്യമില്ല, അതൊക്കെ വളരെ വളരെ ശരിയാണ്. അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എത്രയോ കാലമായിട്ട് അത് അത്തരത്തിലുള്ളൊരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ളവർ പറഞ്ഞത് അമേരിക്കയുടെ ഉദ്ദേശം റെഷീം ചേഞ്ച് ആണ്, ഭരണമാറ്റം വരുത്തുക. വെനസ്വേലയെ വരുത്തിയ അത്രയും ലാഘവത്തോടെ ഇറാനിൽ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഈ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ ഒരു വിനാശമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്, കീഴടങ്ങിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കൻ സൈന്യം എന്തൊക്കെ ചെയ്തു എന്നതിന്റെ ഒരു നേർചിത്രമായിരുന്നു അത്. ഇപ്പോൾ ഒരു വിമാനവാഹിനി കപ്പലോളം വലിപ്പമുള്ള ഡ്രോൺ കാരിയർ തകർക്കുന്നതിന്റെ ദൃശ്യമാണ് ഇറാന്റെ. അവിടെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു നാവിക ശക്തിയെ ഞങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു, നിർവീര്യമാക്കി കഴിഞ്ഞുവെന്ന്. അപ്പോൾ ആ അവകാശവാദം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള സംഘടനം ഇറാൻ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ലെബണൻ്റെ പിന്തുണയുണ്ട്. അതോടൊപ്പം തീവ്രവാദികളുടെ നമുക്കറിയാമല്ലോ, അവിടെയുള്ള ഹിസ്ബുള്ളയും ബാക്കി സംഘടനകളുമെല്ലാം ലെബനനെയും ഇറാനെ സഹായിച്ച് ഇസ്രയേലിനെ വശമതരാക്കാൻ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ലെബനൻ ഇസ്രയേൽ യുദ്ധം മറുവശത്ത് കാണുന്നത് കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇസ്രയേലിന് ശക്തമായ പ്രതിരോധം തീർക്കാൻ മറുവശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ രീതിയിൽ ഇറാനെ വളയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേൽ അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ മറുവശത്ത് ലെബനോണും മറ്റ് തീവ്രവാദ ശക്തികളും ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിനെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ തലത്തിലുള്ള യുദ്ധം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇറാൻ അങ്ങനെ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഒരു സാഹചര്യം പെട്ടെന്നൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല യുദ്ധം നീണ്ടകാലം പോകാൻ സാധ്യതയുണ്ട്. ഡിഫൻസ് സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് 2 മാസം വരെ പോകുന്നതാണ്. ആദ്യം ഒരാഴ്ചയാണ് ബുദ്ധിമുട്ടാൻ പോകുന്ന ഗൾഫ് രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ആക്രമണം നടക്കുകയാണ്. ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്. സൗദി അറേബ്യയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അത് നിർത്താൻ തയ്യാറാകുന്നില്ല ഇറാൻ. അത് വാസ്തവത്തിൽ ഇറാൻ കാണിച്ചൊരു അബദ്ധമായിട്ട് പിന്നീട് ഇറാന് മനസ്സിലാവും. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് അമേരിക്കയുടെ നേവൽ ബേസ് അവിടെ ഉണ്ടെന്നും
അമേരിക്കയുമായി സാമ്പത്തിക വാണിജ്യ ഇടപാടുകളും എണ്ണയുടെ കാര്യത്തിലുള്ള ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ശത്രു രാജ്യമാക്കി കാണിക്കുന്നത് വാസ്തവത്തിൽ ഇറാൻ്റെ ഒരു ലോങ് ടേം വിഷൻ്റെ ഒരു അപര്യാപ്തതയാണ്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് സന്തോഷമുണ്ടാകും. കാരണം ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ സഹായിക്കാൻ പുറപ്പെടില്ല എന്ന് മാത്രമല്ല, അവർ സ്വയം പ്രതിരോധം ഏർപ്പെടുത്തും. ഇപ്പോൾ തന്നെ UAEയും മറ്റും പറഞ്ഞു കഴിഞ്ഞു, ജനങ്ങൾ പരിഭ്രാന്തരാകരുത്, നിങ്ങളുടെ ജീവനും സ്വത്തുമനെയൊക്കെ സംരക്ഷിക്കാനുള്ള സകല ശക്തി ഞങ്ങളുടെ രാജ്യത്തിനുണ്ട്. അത് UAE പറഞ്ഞു കഴിഞ്ഞു, ഒമാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ ഇറാനെതിരെ തിരിയുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ശത്രുക്കളാണ് ഇപ്പോൾ ഇറാനെതിരെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ടേം ഗെയിൻ ഇറാന് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ലോങ് ടേമിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ആക്രമിച്ചത് വലിയൊരു നഷ്ടമായി ഇറാന് മനസ്സിലാവും. പിന്നെ അവിടുത്തെ ഭരണമാറ്റത്തെക്കുറിച്ച് നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല. കാരണം നീണ്ട നാളായിട്ട് ഇറാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അമേരിക്കയുടെ സാങ്ഷൻസിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, 700% നാണയപ്പെരുപ്പമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇറാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ യുദ്ധം നീണ്ട് കൂടുതൽ കെടുതിയിൽ വരുന്നൊരു സാഹചര്യത്തിൽ ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ താല്പര്യപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ 2 മാസത്തേക്ക് യുദ്ധം ഉറപ്പാണെന്ന് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇറാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ്. നമ്മളിത് വളരെ ഭയപ്പാടോടെ കാണുന്ന മറ്റൊരു രംഗമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്യൂബയെക്കുറിച്ച് പറഞ്ഞു, അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയും റഷ്യയൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് നിലപാടെടുക്കും ഭാവിയിൽ എന്നുള്ളത് നമുക്കിപ്പോഴേ തന്നെ വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള സംഘടനം അതിൽ തന്നെ ഒതുങ്ങാതെ മറ്റ് മേഖലകളിലേക്ക്, ഇപ്പോൾ ക്യൂബയുടെ കാര്യം ഈ സമയത്ത് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ യുദ്ധം കുറച്ച് ഈ സാമ്പത്തികമായിട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞൊരു പ്രസിഡൻ്റാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. യുദ്ധം തുടങ്ങി 3-ാം ദിവസം അദ്ദേഹം പറഞ്ഞത്, ഇറാൻ ഇനി വന്നിട്ട് കാര്യമില്ല, യു ആർ ടു ലേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആഭ്യന്തരമായിട്ട് അമേരിക്കയൊക്കെ അകത്ത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് യുദ്ധം വരുന്നതിനോട് താല്പര്യമുണ്ട്. കാരണം എന്താണ്, അവിടുത്തെ ആംസും എക്യുപ്മെൻസും ഒക്കെ കൂടുതൽ വിപണിയിൽ വിറ്റുപോകും, അതോടൊപ്പം തൊഴിലവസരങ്ങളും വർദ്ധിക്കും. പക്ഷേ അത് ശാശ്വതമായൊരു സാമ്പത്തിക വളർച്ചയല്ല. ഇതല്ല മാഗ എന്നുദ്ദേശിച്ച് ട്രംപ് അധികാരത്തിൽ വന്നത്. ക്രൈസ്തവ സംസ്കാരത്തിനകത്തുള്ള സമാധാനം ഈ ലോകത്ത് കൊണ്ടുവരാം എന്നും കൂടി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അർത്ഥത്തിലുണ്ട് എന്നും കൂടി പറഞ്ഞാണ് ട്രംപ് വന്നത്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ ആൾ യുദ്ധം തന്നെ നടത്തുകയും പുതിയ പോർമുഖങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ലോകത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ നമ്മൾ ഭയപ്പെടുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അവരവരുടെ നാട്ടിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഓരോ ദിവസവും നൽകുന്നുണ്ട്. അതുപ്രകാരം UAE അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അനുസരിച്ച് ഇറാന്റെ ആക്രമണം തുടങ്ങിയതിന് ശേഷം UAE 94 പേർക്ക് പരിക്കേറ്റതായാണ്. അതായത് ഈ 6 ദിവസത്തിനിടയിലുള്ള ആക്രമണത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 94 പേർക്ക് പരിക്കേറ്റു, 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് UAE കഴിഞ്ഞ ദിവസങ്ങളിലായി. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച മാത്രം UAE വ്യോമ പ്രതിരോധ സംവിധാനം 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും, ഇറാൻ അയച്ച ഡ്രോണുകളും തകർത്തുവെന്നാണ് UAE പറയുന്നത്. 131 ഡ്രോണുകൾ കണ്ടെത്തിയതിൽ 125 എണ്ണം തടഞ്ഞുവെങ്കിലും 6 ഡ്രോണുകൾ രാജ്യത്തിനകത്ത് പതിച്ചതായും UAE നിന്നുള്ള റിപ്പോർട്ടാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ നിസ്സാരമല്ല, അല്ലേ? ആ രീതിയിൽ തന്നെയാണ്. ചില വീഡിയോകൾ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്ന്. പക്ഷേ അവിടെ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ ചില മേഖലകളിലുള്ളപ്പോൾ മറ്റു മേഖലകളിലുള്ളപ്പോൾ സുരക്ഷിതമായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഏത് സമയവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പൊതുവിൽ GCC രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ നേവൽ ബേസ്, സെക്യൂരിറ്റി ഫോഴ്സിനെ ആക്രമിക്കുന്നു എന്നാണെങ്കിലും വാസ്തവത്തിൽ ചെന്ന് കൊള്ളുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ചില മേഖലകളിലാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് സമാധാനപരമായിട്ട് ഇരിക്കാനായിട്ട് അവിടുത്തെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ യൂസഫ് അലിയും തന്നെ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ പുറത്തു വിട്ടതിൽ അദ്ദേഹം പറഞ്ഞത്, ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറിച്ചു വീഴുന്ന അതുമാത്രമാണ് ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നത്, അതല്ലാതെ ജനങ്ങൾക്ക് നേരിട്ടൊരു അപകടം ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ എന്നാൽ ആകാശത്ത് തീമഴ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഭയമുണ്ടാകുന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അവിടുത്തെ ഭരണത്തിനുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ട്. അതിലുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയരുത്,
അത് അവിടുത്തെ രാജ്യത്തിനകത്തുള്ളവർ പറയുകയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്നും കൂടി ഈ ഇടയ്ക്ക് ഭരണകർത്താക്കളുടെ പ്രസ്താവന. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. UAE ഇത് നൽകിയ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുപോലെ തന്നെ ബഹ്റൈനും അവർ എന്തൊക്കെയാണ് ആ രാജ്യത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് വ്യക്തമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ശ്രീ സിബി സത്യൻ, ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇറാനൊപ്പം നിൽക്കുവാൻ സാധിക്കുകയില്ല. 1 കോടിയോളം പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രവാസി ഇന്ത്യക്കാരാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ഇവിടെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറാനൊപ്പം നിൽക്കണം, നിലപാടെടുക്കണം എന്ന്. അത് ശരിയായ കാര്യമല്ലല്ലോ. നിലവിൽ ഇന്ത്യൻ സർക്കാരിന് എന്തായാലും ഇറാനൊപ്പം നിൽക്കാൻ സാധ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ ട്രംപുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കം, പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടും വളരെ അടുത്ത ബന്ധം മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട്, മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇത്തരം വിദേശ നയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറച്ചു കാലമായിട്ട് നമ്മൾ അത്തരം സ്റ്റാൻഡുകളെല്ലാം വളരെയധികം വെള്ളം ചേർത്തുകൊണ്ട് ഒരു പുതിയ തരം നയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രംപിനെ അനുസരിക്കുകയും ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന് അനുകൂലമായ ഒരു നയം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് മാത്രവുമല്ല, അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു മൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇത്രയും വെല്ലുവിളിച്ച ഇറാന്റെ യുദ്ധം തുടങ്ങിയിട്ട് കൃത്യം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അവിടുത്തെ സുപ്രീം കമാൻഡറെ കൊലപ്പെടുത്തുക, വളരെ കൃത്യമായ ഫയർ പവർ, വളരെ കൃത്യമായ ഇന്റലിജൻസ്, വളരെ കൃത്യമായ സൈബർ മേൽക്കോയ്മ, ഇത് മൂന്നും വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുരാജ്യങ്ങളെ നിലംപരിശാക്കുന്ന ഒരു വലിയ സ്ട്രാറ്റജി. അതായത് നമ്മൾ മനസ്സിലാക്കണം, വളരെ അപരിമിതമായ ശക്തി ഒരു ഭ്രാന്തൻ സ്വഭാവമുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ വെനസ്വേലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉപയോഗിച്ച ഒരു ഉപകരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഡിസ്കോംബോബുലേറ്റർ എന്നോ മറ്റോ പറയുന്ന ഒരു സൂപ്പർസോണിക് ഉപകരണത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് അത് ആൾക്കാരെയും മറ്റേ റേഡിയോസിനെയും അങ്ങനെ എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെയും മനുഷ്യരെ അടക്കം നിർവീര്യമാക്കി കുറെ നേരം നിർത്തിയിട്ടാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള വളരെ അത്യന്താധുനികമായ ആയുധങ്ങളും സംഭവങ്ങൾ, അത് പ്രഹരശേഷി നോക്കുക US-ന്റെ വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ടാണ്. നമ്മളുടെ ഇറാനിയൻ പെൺകുട്ടികൾ പഠിച്ച സ്കൂള് തകർത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ കൃത്യമായ എന്താ പറയാ സൈനിക ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ സൈനിക ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അവർ കൃത്യമായിട്ട് ആക്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം എക്കണോമി ഓഫ് ദ വാർ ആണ്. അതായത് ഇപ്പം ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായിട്ട് അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ ഡ്രോണും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ 2-3 ഇന്റർസെപ്റ്റർ മിസൈൽ വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. ഇത് ഓരോന്നിനും കോടിക്കണക്കിന് രൂപയാണ് വില. അതിന്റെ ഒരു കൃത്യമായിട്ടൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയിലേക്ക് അയച്ച കാമികാസെ ഡ്രോണുകളുണ്ട്. അതിന് ഏതാണ്ട് $20,000 വില. അതിനെ തകർക്കാൻ നമ്മൾ അയച്ച ട്രയംഫ് എന്ന് പറയുന്ന മിസൈൽ, ഇന്റർസെപ്റ്റർ മിസൈലിന് ഒരെണ്ണത്തിന് $20 ലക്ഷം. അതായത് $20,000 ഒരു സാധനത്തിനെ നശിപ്പിക്കാൻ $20 ലക്ഷം ഒരു എന്താ പറയുക ഒരു മിസൈലാണ് നമ്മൾ അയക്കുന്നത്. ഇതുപോലെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവിടത്തേക്ക് വരുന്ന ഓരോ മിസൈലും 3, 4, 5 ഇന്റർസെപ്റ്റർ മിസൈലുകൾ, ഓരോ ഡ്രോണിനും 3, 4, 5 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വെച്ച് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ $20,000, $15,000 വിലയുള്ള ഇത്തരം ഉപകരണങ്ങളെ തകർക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് എത്രയോ കോടി രൂപയാണ്, അതിന്റെ എത്രയോ ഇരട്ടി രൂപയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര കോസ്റ്റ് എസ്കലേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എക്കണോമി ഓഫ് ദ വാറിൽ ഇത് ഈ പറഞ്ഞ അമേരിക്കയുടെ മുഴുവൻ ആയുധ കമ്പനികൾക്കും അതിഭയങ്കരമായ ബിസിനസ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം 5 ദിവസം കഴിയുമ്പോൾ നിലവിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവസാനിക്കുകയും ഈ സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വാങ്ങിക്കൂട്ടാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതൊരു വലിയ ബിസിനസ് ആണോ ആ തരത്തില്? രണ്ടാമത്തത് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നോക്കുക, അമേരിക്ക അതിന്റെ ആയുധങ്ങളുടെ ഒരു സുപ്രീമസി ലോകത്തെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. ഇതുവരെ ഡിസിസീവായ ഒരു മൊമെന്റിലേക്ക് ആ യുദ്ധം ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇത്രയും കഴിവുള്ള, ഇത്രയും കപ്പാസിറ്റി, ആണവ കപ്പാസിറ്റിയുള്ള, ഇത്രയും ആയുധങ്ങളുള്ള റഷ്യക്ക് ഇതുവരെ ഉക്രൈനെ കീഴടക്കാൻ കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന യുദ്ധത്തിന്റെ അവസാനം പോലും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ പറഞ്ഞ അമേരിക്ക പോലുള്ള രാജ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം എല്ലാ ലീഡർഷിപ്പിനെയും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഫയർ പവർ അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ യുദ്ധത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ചൈനീസ് സംവിധാനങ്ങളുടെ പരാജയമാണ്. അതായത് അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും ടെസ്റ്റഡ് ആണ്, ട്രൈഡ് ആണ്, ടെസ്റ്റഡ് ആണ്. അതേസമയം ചൈനയുടെ സംവിധാനങ്ങൾ, ചൈന നമ്മളൊരു സൂപ്പർ പവർ ആണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു വലിയ സൈനിക പവറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ചൈനയുടെ ഒരു സന്നാഹങ്ങൾ ഇതുവരെ
എവിടെയും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്യപ്പെട്ട 2 സ്ഥലങ്ങൾ, ഒന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. കാരണം ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ മിസൈലുകളും ലക്ഷ്യം ഭേദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വൻ നാശനഷ്ടം പാകിസ്ഥാനിൽ ആ കാലത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ചൈനീസ് സംവിധാനം, ചൈനയുടെ പ്രതിരോധം ഒന്ന് പരാജയപ്പെട്ടു. രണ്ടാമത് ഇപ്പൊ ഇറാനിൽ കംപ്ലീറ്റ് ആയിട്ട് നിരത്തിയിരിക്കുന്ന ചൈനീസ് പ്രതിരോധമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കൻ മിസൈലുകൾ പ്രതിരോധിക്കാൻ അവിടെ ചൈനീസിന്റെ ആ ഒരു പ്രതിരോധ സംവിധാനവും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോക ആയുധ വിപണിയിലേക്ക് ഏറ്റവും മികച്ച സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കഴിവുള്ളവരാണ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ സെയിൽസ് പിച്ച് കൂടാണ് അമേരിക്ക ഈ യുദ്ധം വഴി കാഴ്ചവെക്കുന്നത്. അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിലവില് കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അവർ വൻതോതിൽ വാങ്ങിക്കൂട്ടും. അത് വലിയൊരു എക്കോണമി ബൂസ്റ്റ് അമേരിക്കയിലെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്കൾ ആദ്യം പറഞ്ഞു ഇപ്പോൾ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണ ശേഷി അത് കുറഞ്ഞിട്ടുണ്ട് എന്ന്, 80% കുറഞ്ഞു എന്നാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ അടുത്ത സമയത്ത് നടന്ന ആക്രമണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആക്രമണ ശേഷി കുറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഖത്തർ തന്നെ പ്രതികരിക്കുകയുണ്ടായല്ലോ, ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവെന്ന്. അമേരിക്കൻ വാദത്തിനിടെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അവിടെ ഹോട്ടലും 2 അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യമിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഖത്തറിൻ്റെ ബഹ്റൈൻ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ അമീറി നാവികസേന അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പരിക്കേറ്റു എന്നുള്ളേ ഉള്ളൂ, പരിക്കേറ്റിട്ടില്ല എന്നാണ്, അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൽ ഖത്തർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട് ഇറാനെതിരെ. സമാനമായ രീതിയിൽ മറ്റ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ മിസൈൽ ആക്രമണം, അത് സൗദി അറേബ്യ തടഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുവൈറ്റിൽ ഇറാനിയൻ ആക്രമണം നടന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മനാമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോട്ടലും 2 അപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു. UAE അവിടെ നടന്ന ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിട്ട് ഈ ആക്രമണം അവർ കേന്ദ്രീകരിക്കുകയാണ്. മഞ്ജുഷേ, നമ്മൾ ഇറാൻ കംപ്ലീറ്റ് നിർവീര്യമായി അല്ലെങ്കിൽ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞു എന്നല്ല നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പൊ റിപ്പോർട്ട്സുകൾ അനുസരിച്ചിട്ട് 80% കുറവുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ, ബറാജ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. അതായത് 100 കണക്കിന് മിസൈൽസ്, 100 കണക്കിന് ഡ്രോൺസ് ഒരേ സമയം മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അതിന്റെ ഇന്റൻസിറ്റി ഇപ്പം കുറഞ്ഞ് 3, 4, 5, 10 അല്ലെ സിംഗിൾ ഡ്രോൺ ഒക്കെ ആയിട്ട് അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു, ഇന്റൻസിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് കറക്റ്റ്. എന്നാൽ നാശാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഞാൻ ശ്രീ യൂസഫ് അലി സാർ പറഞ്ഞതോടെ ഞാൻ കടമെടുക്കുകയാണ്. കാരണം പല മീഡിയകളും ഇതാ ഓടിക്കോ, എന്തും സംഭവിക്കുക, ഇവിടെ മുഴുവൻ ഇടിഞ്ഞു വീഴുകയാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇന്റൻസിറ്റിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒബിയസ്ലി മുമ്പേ ശ്രീ മോഹൻലാൽ പറഞ്ഞു പോണക്ക് തന്നെ ഇത്രയും മിസൈലുകളൊക്കെ വരുമ്പം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളാണ് വീഴുന്നത്. ഒരു ഡയറക്റ്റ് ഹിറ്റ് ഒരു അപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലേക്കോ ഒരു ഡയറക്റ്റ് ഹിറ്റ് വന്ന് അങ്ങനെ വലിയൊരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതോടൊപ്പം 2 കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞു ഏകദേശം 900 മില്യൺ ആണ് എക്സ്പെൻസ് അമേരിക്കയ്ക്ക് വരുന്നത് എങ്കിൽ ഏകദേശം 1.1 ബില്യൺ ടു 1.2 ബില്യൺ പെർ നൈറ്റ് എക്സ്പെൻസ് ആണ് ഈ പറഞ്ഞ പാട്രിയറ്റ് സിസ്റ്റം മിസൈലുകളുടെ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ ഗൾഫ് കൺട്രിക്ക് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ നിർവീര്യമാക്കാനായിട്ട് അവർ സ്പെൻഡ് ചെയ്ത് വരേണ്ടത്. അപ്പൊ വിച്ച് മീൻസ് ഏകദേശം $2 ബില്യൺ റഫ്ലി എസ്റ്റിമേറ്റ് ആണ് വരുന്നത് നമ്മൾക്ക് ഈ ഒരു യുദ്ധത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ ഗൾഫ് കൺട്രീസ്, ഇൻഡയറക്ട് ഇമ്പാക്ട് ഓൺ നമ്മൾക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, മലയാളികൾക്ക്. കാരണം ജോലികൾ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു യാത്രകൾ മുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ യാത്രയുടെ കാര്യം പറഞ്ഞപ്പം ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് അമേരിക്കൻസും ആയിരക്കണക്കിന് ഇന്ത്യക്കാരും അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സും അവിടെ ഗൾഫ് കൺട്രീസിൽ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് വളരെ സർപ്രൈസിങ് ആണ്. കാരണം ഒരു ഗവൺമെന്റ്, അമേരിക്കൻ ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗവൺമെന്റും ആ ഒരു കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ആക്ഷേപവും വരുന്നുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും എല്ലാവരോടും തീരുമാനിക്കുകയാണ്, ഓക്കെ ഒരു ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഇറങ്ങിപ്പോട്ടെ, ഇനി പോകേണ്ട ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോലും ഇത്തവണത്തെ ഈ ഒരു യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതോടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഇക്വലി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ട്രംപ് അഡ്മിനിസ്ട്രേഷന് 3 ഒബ്ജക്റ്റീവ് ആദ്യം പറഞ്ഞിരുന്നു. ഒന്ന് ഡിക്കാപ്പിറ്റൈസേഷൻ ഓഫ് ദി ലീഡർഷിപ്പ്, ഒന്ന് രണ്ടാമത്തേത് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെ ആണവ ശേഖരങ്ങൾ അല്ലെ അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക,
ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് ആയിരുന്നു. രണ്ടാമത്തെയും മൂന്നാം ദിവസം അത് ഡിനേ ചെയ്തു. റെജീം ചേഞ്ച് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഗോൾ അല്ല എന്ന് പറഞ്ഞു. അതിനകത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അതിനൊന്നുകൂടെ ക്ലാരിറ്റി വന്നു. റെജീം ചേഞ്ച് ആണെന്ന് മാത്രമല്ല ട്രംപ് പറയുന്നത്, ഇറാന് തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ആരാണെങ്കിലും ആ സക്സസറിനെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അംഗീകരിക്കത്തില്ല. അതിന് പകരം കുർദുകളെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി എന്തുമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുർദിഷ് മേഖലയിലൂടെ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണല്ലോ അല്ലെ? അത് കരയുദ്ധത്തിന് കുർദുകളെ ഉപയോഗിച്ചുള്ള അല്ലെ? കരയുദ്ധം, ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് എന്നുള്ളത് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അമേരിക്കയിലെ. പ്രത്യേകിച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ് വിയറ്റ്നാമില് 70s എടുത്തു കഴിഞ്ഞാൽ 2000-കളിൽ ഇറാഖില് പിന്നെ അഫ്ഗാനിസ്ഥാനില് ഇങ്ങനെയുള്ള കുറെ ബാഡ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതിനൊന്നും ആ പരാജയങ്ങൾ അല്ലെങ്കിൽ അതിന് കിട്ടിയ പാഠങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ ബൂട്ട് ഓൺ ഗ്രൗണ്ട് ഇവിടെ പോകരുത് എന്നുള്ളൊരു നിർബന്ധമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. എങ്കിലും ഇറാന്റെ സ്ട്രാറ്റജി നമ്മളിപ്പോൾ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മുടെ സഹപാനലിസ്റ്റ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവര് അമേരിക്കയെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് വരികയാണ്. കാരണം അകത്തേക്ക് വരുമ്പോൾ ഒരു ഗറില്ല കൈൻഡ് ഓഫ് വാർഫെയർ ആയിരിക്കും, അല്ല അഫ്ഗാനിസ്ഥാൻ സ്റ്റൈൽ വാർ ആയിരിക്കും വരുന്നത്. കാരണം ഇറാൻ വലിയൊരു ഭൂപ്രദേശമാണ്, ടെറൈൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധമേഖലകളിൽ വരുമ്പം അമേരിക്കയ്ക്ക് എന്തുമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അമേരിക്കൻ സൈനികര് കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന് ഇവിടെ ബാക്ക്ഫയർ ചെയ്യും. അങ്ങനെ ഒരു ചെറിയ പിടിച്ചു നിൽപ്പ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇറാൻ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു അമേരിക്കയും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാനെ നാമവശേഷം ആക്കുന്ന ഒരു കാര്യം അത്ര എളുപ്പമല്ല. അതിന്റെ അർത്ഥം പറ്റത്തില്ല എന്നല്ല. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിലിറ്ററി മൈറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു ലെസണോടുകൂടെ എന്താണെന്നറിയോ, ആരൊക്കെ ചൈനീസ് വെപ്പണറിയെ അല്ലെങ്കിൽ ആരൊക്കെ റഷ്യൻ വെപ്പണറിയെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്ന് റിയലൈൻ ചെയ്യേണ്ട ഒരു സമയമായി. കാരണം ഈ വരുന്ന യുദ്ധങ്ങളെല്ലാം, ഈ എക്സാമ്പിളെല്ലാം നമ്മളെ കാണിക്കുന്നത് അബ്സല്യൂട്ട്ലി ഡെവാസ്റ്റേഷൻ ആണ് ചൈനീസ് വെപ്പണറിക്ക് അല്ലെങ്കിൽ റഷ്യൻ വെപ്പണറിക്ക് കാണുന്നത്. അത് കൺവെൻഷണൽ യുദ്ധത്തിലേക്ക് മാറിയിട്ട് ഒരു ടോട്ടലി ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് വെപ്പണറി അല്ലെങ്കിൽ ഒരു യുദ്ധമുറകളാണ് ഈ ഒരു കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മില്യൺ to 1.5 മില്യൺ മിലിറ്ററി ഉണ്ട് എന്ന് ഇറാൻ ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റ് പറയുന്നു. എന്നിട്ട് പോലും ഒരു ചെറിയ സ്റ്റേറ്റ് ആയ അല്ലെങ്കിൽ ചെറിയ രാജ്യമായ ഇസ്രായേല് അവരുടെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ എത്ര അണ്ടർ 500,000 ആണ്. എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് പറയുന്നത്, സൈസ് ഡസന്റ് മാറ്റർ ഇവിടെ ഒരു കാര്യത്തിൽ. ഒബിയസ്ലി അമേരിക്കൻ മിലിറ്ററി ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അമേരിക്കൻ മിലിറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ 1.5 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ അതിൽ കൂടുതലുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ മിലിറ്ററി മൈറ്റ്സ് ടോട്ടൽ ഡിഫറെന്റ് ആണ്, ഇക്വിറ്റബിൾ അല്ല അല്ലെങ്കിൽ കമ്പയറബിൾ അല്ല. പക്ഷേ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ഒരു ലൈൻ ഓഫ് തോട്ട് പറയുന്നത് ഇതാണ്, അമേരിക്ക ഇറാനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇസ്രായേൽ അമേരിക്കയോടൊപ്പം ഇറാനിലും അതോടൊപ്പം ലെബനനിൽ ഹിസ്ബുള്ളയും അടിച്ചൊതുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം ഇസ്രായേൽ വിശ്വസിക്കുന്നു, ബെഞ്ചമിൻ നെതന്യാഹു വിശ്വസിക്കുന്നു, ഇങ്ങനെ ഒരു ചാൻസ് ഇനി ഇസ്രായേലിനും കിട്ടത്തില്ല. കാരണം എപ്പോഴും അമേരിക്കയെ ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോളോട് തോൾ ചേർന്ന് അവിടെ പോയി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഡ്രാഗ് ചെയ്യാൻ അല്ലെങ്കിൽ വലിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ ഒത്തിരി പ്രഷറുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഏതായാലും കൈപിടിച്ച് അമേരിക്കയെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇറാൻ മാത്രമല്ല ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ ടാർഗറ്റുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് ടാർഗറ്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയും കൂടെ ഉന്മൂലനം ചെയ്യണം. ഇറാന്റെ പ്രോക്സികളെ കൂടി നേരിടുവാനും ഉന്മൂലനം ചെയ്യുവാനുള്ള ശ്രമമാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നത്. മറ്റൊരു കാര്യം ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഇന്ത്യയുടെ ഈ സ്റ്റാൻഡിൽ അതിലെന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ? പ്രതിപക്ഷം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. അതിനിടെ എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഇന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി ഇറാൻ എംബസിയിൽ പോയി അനുശോചനക്കുറിപ്പിൽ ഒപ്പുവയ്ക്കുന്നവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലും കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇറാനൊപ്പം എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? ആസ് ഓഫ് നൗ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ കുറച്ചൊരു പക്ഷേ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ ജഡിതിയിലെടുത്തൊരു തീരുമാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു വ്യക്തമായൊരു സ്റ്റാൻഡിലേക്ക് ചെല്ലുക, അതൊക്കെ ഇപ്പോൾ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു യുദ്ധത്തിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോവുകയും നിലപാടെടുക്കുകയും പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് പല താല്പര്യങ്ങൾക്കത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആദ്യം ഖമേനിയുടെ വധത്തെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാകട്ടെ എംബസിയിൽ ചെന്ന് പൂക്കൾ വയ്ക്കുകയും നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ ശ്രീലങ്കൻ വാട്ടേഴ്സിൽ നടന്ന ഇറാൻ്റെ നേവിയെ തകർത്തതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ നാവിക മേഖല
മറൈൻ മേഖല വിടുന്നത് വരെ നമ്മുടെ കപ്പലുകളുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയ കപ്പലാണ്. അത് എവിടെ പോയ നമ്മുടെ അകമ്പടിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മേഖല വിട്ട് ശ്രീലങ്കൻ വാട്ടേഴ്സിലാണ് സംഭവിക്കുന്നത്. എന്നിട്ടും നമ്മളിത് അറിഞ്ഞ് എത്താൻ തുടങ്ങുമ്പോൾ ശ്രീലങ്കൻ സർവീസ് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഇടപെടാൻ പോയില്ല, അവർ അവിടെ ചെയ്തോളും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾക്ക് ഈ യുദ്ധത്തിൽ നമ്മുടെ ഒരു നയം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിനത് പറയാൻ പറ്റും, ആ വിമർശനം അവിടെ നിൽക്കട്ടെ, ആ വിമർശനം തുടരട്ടെ. പക്ഷേ നമ്മുടെ രാജ്യതാൽപര്യങ്ങൾ പരിഗണിച്ച് നമ്മുടേതായൊരു സുരക്ഷിതമായൊരു തീരുമാനത്തിൽ നമ്മളെത്തും. അതിന് വലിയ താമസം വേണ്ട. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. നമുക്ക് അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പുണ്ട്. ഇസ്രയേലുമായിട്ട് നമുക്ക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് വരെയുണ്ട്. ഇറാനുമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് ബന്ധവുമുണ്ട്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഒരു അലൈൻമെൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ബൈലാറ്ററലായിട്ട് ഇതിൽ ഒരു രാജ്യമായിട്ട് ഒരു സഖ്യകക്ഷിയല്ല, യുദ്ധത്തിൻ്റെ സഖ്യകക്ഷിയല്ല. അപ്പോൾ നമ്മൾ പൊടുന്നനവേ നമ്മൾ ഇക്കാര്യത്തിൽ ചാടിക്കയറി പറയാൻ പറ്റില്ല. അത് രാജ്യതാൽപര്യം മുൻനിർത്തി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എവല്യൂഷനാണ്, അതൊരു എവല്യൂഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു നിലപാടെടുക്കും. കാരണം ഇതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. നമുക്ക് തന്ത്രപരമായ സ്വാതന്ത്ര്യമുണ്ട് ഇക്കാര്യത്തിൽ. രാജ്യ താല്പര്യത്തിനനുസരിച്ച് അത്രേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നതല്ലേ സാർ കുറച്ചുകൂടെ നല്ലത്? എങ്ങനെ ഭയം എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഈ പറഞ്ഞ കോൾഡ് വാറിന്റെ തുടക്കകാലത്ത് ഇന്ത്യ ജനിച്ചു വീണ ഒരു രാജ്യമായിട്ടിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ട് വശങ്ങളിലായിട്ട് നിന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങളോടൊപ്പം നിൽക്കാൻ സൈനപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് അന്നത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഞങ്ങൾ രണ്ട് പക്ഷങ്ങൾക്കും ഇല്ല, പകരം ഞങ്ങളുടെ ചേരിചേരാ നയമുണ്ടാകും, അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കും എന്ന് പറഞ്ഞ് ഏതാണ്ട് 30 രാജ്യങ്ങളോടും ചേർത്തിട്ട് ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അപ്പൊ ആ ചരിത്രമുള്ള ഇന്ത്യ ഇപ്പം വളരെ ഈ പറഞ്ഞ സാറ് പറഞ്ഞ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നതും ഈ പറഞ്ഞ നിലപാടെടുക്കാൻ വൈകുന്നതും ഒക്കെ ഭയം എന്ന് വ്യാഖ്യാനിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ പോരെ? ഇല്ല, അത് ഒട്ടും ശരിയല്ല. താങ്കൾ ഇതിന് വിശാലമായ സമയമുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത് നോൺ അലൈൻ മൂവ്മെൻറ്റ് 30 അല്ല 110 രാജ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. നോൺ അലൈൻ മൂവ്മെൻറ്റ് ഇപ്പോൾ പ്രസക്തിയിലേ ഇല്ല എന്നുള്ളതാണ്. ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള പോളിസി തുടങ്ങിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലേ തുടങ്ങിയൊരു തീരുമാനമാണ്. മൻമോഹൻ സിംഗിൻ്റെ സമയത്തൊക്കെ വന്ന തീരുമാനമാണ്. അത് തുടർച്ചയായിട്ട് പോകുന്നു എന്നുള്ളതാണ്. നോൺ അലൈൻ മൂവ്മെൻറ്റും സ്ട്രാറ്റജിക് ഓട്ടോണമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നോൺ അലൈൻ മൂവ്മെൻറ്റ് താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരു ദരിദ്ര രാജ്യമായതുകൊണ്ട് രണ്ട് പക്ഷത്ത് നിൽക്കാതെ എന്നാൽ രണ്ട് കൂട്ടരുടെയും ഗുണം എടുക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോഴും 1971 യുദ്ധത്തിൽ നമ്മൾ തന്ത്രപരമായിട്ട് റഷ്യയുമായിട്ട് സൈനിക ഉടമ്പടി വച്ചതുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം നമുക്ക് ഈ ബംഗാൾ ഉൾക്കടലിൽ വരാതെ വന്നത്. അപ്പോൾ നോൺ അലൈൻ മൂവ്മെൻറ്റ് ആയിരുന്നപ്പോൾ പോലും നമ്മളിങ്ങനെ ഒരു നിലപാടിലെടുത്തിട്ടുണ്ട്, സ്ട്രാറ്റജിക് ഓട്ടോണമി എടുത്തിട്ടുണ്ട്. ഇപ്പോഴെടുക്കുന്ന തീരുമാനം എന്താണ്? നമുക്കിപ്പോൾ ആവശ്യമില്ലാതെ ഒരു യുദ്ധത്തിൽ ചെന്ന് ചാടി നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തുക, നമ്മുടെ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യുക, അത് നമുക്ക് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളല്ലേ വലുത്. അതെങ്ങനെ ഭയമാകും? ഇപ്പൊ നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഈ യുദ്ധത്തെ അപലപിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ഒരു യുദ്ധത്തിൽ അപലപിക്കുന്നതിന്റെ ആവശ്യകത അങ്ങനെയല്ല. അതിന് തന്നെ എത്ര ദിവസം എടുത്തു മഞ്ജുഷേ? ഒരു മറ്റൊരു രാഷ്ട്രത്തലവനെ വധിച്ച് കഴിയുന്ന ഒരു സംഭവത്തിൽ നമുക്ക് ഒന്ന് അപലപിക്കാൻ തന്നെ 3 ദിവസം എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മഹത്തായ ജനാധിപത്യ സംവിധാനത്തിന്റെയും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു ലെഗസിയുടെയും സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. ഇനി അത് എത്ര ഇതാണ് എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിഞ്ഞ തവണ ഈ ട്രീറ്റിയുടെ കഥ പറഞ്ഞു. ട്രീറ്റിയുടെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 40% എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ എണ്ണ വാങ്ങിപ്പോ 21% കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കുറഞ്ഞു. അതെ, ഇന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുവദിക്കുകയാണ് ഇന്ത്യ അനുവദിക്കുകയാണ്. ഇന്ത്യക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത് എന്തൊരു ഭീകരമായ അവസ്ഥയിലാണത്. ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധത്തിനകത്ത് ദൂരെ മാറി എന്ന് കാണുന്ന ഇന്ത്യക്ക് പോലും സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയാത്ത വണ്ണം നമ്മളുടെ ഈ വിദേശ നയത്തിന് എന്ത് കുഴപ്പമാണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഒബിയസ്ലി ഇത് നമ്മുടെ യുദ്ധമല്ല, പക്ഷെ സ്റ്റിൽ നമുക്കൊരു അഭിപ്രായം പറയാം. കാരണം നമ്മുടെ എന്താ പറയുന്നത്, ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഇത്തരം സംഭവങ്ങളിൽ ഒരു ജനാധിപത്യവും നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു സ്റ്റാൻഡ് എല്ലാ കാലത്തും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാം.
നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നതിനർത്ഥം നമ്മൾ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നല്ല. യുദ്ധത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. because this is not our war. ഒരു ആശയക്കുഴപ്പമുണ്ടോ ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ? തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനോട് വീണ്ടും ഞാൻ പറയുകയാണ്. നമ്മൾ അനുശോചനമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അപലപിക്കാൻ പോയിട്ടില്ല. മറ്റൊരു രാജ്യം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിനിടയിൽ, ഇപ്പോൾ ഖമേനിയുടെ യുദ്ധത്തിന് ഇപ്പോൾ ഈ പറയുന്ന ഖമേനിയെ അപലപിച്ച് നമുക്ക് പിന്തുണച്ചുകൊണ്ട് നമ്മൾ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി അമേരിക്കയെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ഭരണമാറ്റം വന്നു എന്നിരിക്കട്ടെ, സാങ്കല്പികമാണ്. ഇറാനിൽ ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റഷീമിനോട് നമുക്ക് ഓയിൽ ബന്ധമുണ്ട്, എണ്ണ ബന്ധമുണ്ട്, ആ രാജ്യമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടും? ഈ വിദേശ നയം എന്ന് പറയുന്നത് നാട്ടിനകത്തുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി, ആ സ്ഫടികത്തിൽ കൂടി കാണാൻ പറ്റില്ല. അതൊരിക്കലും പറ്റില്ല. രാജ്യ താല്പര്യമാണ് പ്രധാനം. മാത്രമല്ല ഇപ്പോൾ എണ്ണയുടെ കാര്യം പറഞ്ഞു. റഷ്യ ഭയപ്പെടുത്തി, അമേരിക്ക ഭയപ്പെടുത്തി നമ്മുടെ ഓയിൽ കമ്പോണൻറ്റ് കുറച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ അമേരിക്ക തന്നെ നമുക്ക് ഓയിൽ റഷ്യയിൽ നിന്ന് എത്ര വേണമെങ്കിലും വാങ്ങാൻ അനുവാദം തന്നു. കാരണം എന്താണ്? ഹോർമിസ് തടഞ്ഞിരിക്കുകയാണ്. ഹോർമിസ് കടലിടുക്കിൽ കൂടി എണ്ണ വരാൻ വഴിയില്ല. അപ്പോൾ രാജ്യത്തിൽ 50 ദിവസത്തേക്കുള്ള എണ്ണയേ ഉള്ളൂ. അത് റഷ്യ നിങ്ങൾ ആവശ്യത്തിനുള്ള വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ടൊരു സൈനിക ഉടമ്പടിയിലില്ല. എന്നാൽ അമേരിക്കയുമായിട്ട് ഒരുപാട് കാര്യത്തിൽ നമുക്ക് സഖ്യമുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് റഷ്യയുമായിട്ട് സൈനിക ഉടമ്പടിയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന ബഹളത്തിനിടയ്ക്ക് ചെന്ന് നമ്മുടെ തല വെച്ച് കൊടുത്ത് നമ്മൾ ആവശ്യമില്ല നമ്മുടെ റിസോഴ്സ്, എനർജിയും മാൻ പവറും ഇതെല്ലാം നശിപ്പിക്കണമെന്നാണോ പറയുന്നത്? നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്. രാജ്യ താല്പര്യത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനവും പറ്റത്തില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. ആ പ്രതിപക്ഷം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനകത്ത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇറാൻ വാറിൽ നമ്മുടെ പൊസിഷൻ ഇവോൾവിങ് എന്നതേ ഉള്ളൂ, ഒരു എവല്യൂഷൻ ആവുന്നേ ഉള്ളൂ. അത് ഭയമല്ല, തന്ത്രമാണ്. സാറേ, ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു രാജ്യത്തിനെ അളക്കുന്നത്, ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡിനെ മുന്നോട്ട് വെക്കുമ്പോൾ അളക്കുന്ന അതിനെ ചരിത്രപരമായ ഒരു കണ്ണിൽ കൂടെ നോക്കിയിട്ടല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന ഗാന്ധിജിയുടെ നാടാണ് ഇന്ത്യ. നെഹ്റു മുന്നോട്ട് വെച്ച ഒരു നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ തുടർച്ചയായിട്ട് നെഹ്റുവിയൻ വിദേശ നയത്തിന് അടക്കം നിന്നുകൊണ്ട് ഇന്ത്യ ദരിദ്ര രാജ്യമായിരുന്നിട്ട് പോലും സ്വന്തം സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡ് ഉറപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അമേരിക്കയുടെ ഒരു പ്രോക്സി രാജ്യമായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സംഭവമായിട്ട് തോന്നില്ലേ? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം സാർ ഇപ്പം പറഞ്ഞ ഒരു പോയിന്റ് ആവർത്തിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം അമേരിക്ക നമ്മളിപ്പോ അനുവദിച്ചല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ചോദിച്ചത്, ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുവാദം വേണം എന്ന് പറയുന്നത് താങ്കൾ ഈ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയെന്ന് ഈ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പ്രകാരമാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുവല്ലോ, ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ നിലവിലൊരു നിരോധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ 1 മാസത്തേക്ക് ബാധകമാവില്ല എന്നല്ലേ ഈ പറയുന്നത്? റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ മറികടന്ന് റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് എണ്ണക്ഷാമം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിലവിലെ നിരോധനം 1 മാസത്തേക്ക് മാറ്റുന്നു. ഇതാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആ ഉത്തരവിൽ പറയുന്നത്. അത് പക്ഷേ അനുമതിയാണല്ലോ, അത് അനുമതിയായിട്ട് പറയാൻ പറ്റില്ലല്ലോ. റഷ്യൻ എണ്ണ വാങ്ങാൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നവരാണ്. അല്ല, സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടില്ലല്ലോ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ സൗകര്യമാണ്. വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അനുമതി അമേരിക്ക കൊടുക്കുകയാണോ ഉണ്ടായത്? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ്? വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയാവുന്ന ഒരു വിഷയമാണിത്. ഞാൻ 1 മിനിറ്റ് പറഞ്ഞോട്ടെ. ഇടയ്ക്ക് ഈ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളും ഗാന്ധിയുടെ ആശയങ്ങളെന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഐഡിയലിസ്റ്റായിട്ടൊരു ഫോറിൻ പോളിസിക്ക് വളരെ പ്രധാനമാണ്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഫോറിൻ പോളിസിക്ക് അത് ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല. പ്രായോഗികമായിട്ട് അന്തർദേശീയ രംഗത്ത് റെലവൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശക്തി വേണം, സൈനിക ശക്തി വേണം, തന്ത്രപരമായ ബന്ധങ്ങളുണ്ടാകണം. ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. അപ്പോൾ നെഹ്റുവിൻ്റെ പോളിസി അന്നത്തെ കണ്ടക്സ്റ്റിൽ വളരെ റെലവൻ്റാണ്. ഇന്നത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ എന്നും ഗാന്ധിജി നെഹ്റുവിൻ്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് വാദിക്കുന്നത് ഐഡിയലിസമാണ്. ഫോറിൻ പോളിസി നമ്മൾ റിയലിസ്റ്റിക്കാണ്. ഫോറിൻ പോളിസിയുടെ റിയലിസമാണ് അവിടെ വരുന്നത്. റിയലിസത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനേ ഇന്നത്തെ കണ്ടക്സ്റ്റിൽ പറ്റുള്ളൂ. ശരി, ശ്രീ സജിമോനാനി, എന്താണ് ഈ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് അനുമതി നൽകി എന്ന് പറയുന്നത്? തെറ്റായ വ്യാഖ്യാനമാണോ അതോ ശരിയാണോ?
മഞ്ജുഷ, അത് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ഹോട്ട് ടോപ്പിക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജന്മം കൊണ്ട് ഇന്ത്യക്കാരനും കർമ്മം കൊണ്ട് അമേരിക്കക്കാരനുമാണ് ഇപ്പോൾ സിറ്റിസൺഷിപ്പിൽ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഇവിടെ നിന്ന് നോക്കി കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇന്ത്യയുടെ ശ്രീ സിബി പറഞ്ഞതിനോട് യോജിക്കുന്നു, ശ്രീ മോഹൻകുമാർ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധി വരെ യോജിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ രണ്ടും കൂടെ ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. അതായത് ഇന്ത്യക്ക് എപ്പോഴും ഒരു നയമുണ്ടോ, ആ നയം പറയുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് നോട്ട്. പക്ഷെ എന്താണ് റിയാലിറ്റി അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ സിറ്റുവേഷനിൽ അമേരിക്കൻ പോളിസിക്ക് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പോളിസികൾക്ക് എതിരെ ഏത് രാജ്യം നിന്ന് കഴിഞ്ഞാലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഇച്ചിരി പാടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം ലോകത്തിലുള്ള എല്ലാ ഗവൺമെന്റിനും ഉണ്ട്. രണ്ടാമത്തേത്, നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഈ ക്രൂഡ് ഓയിൽ എവിടുന്ന് വാങ്ങണം, റഷ്യയിൽ നിന്ന് വാങ്ങണോ ഇവിടുന്ന്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാജ്യം എന്ന നിലയ്ക്ക് ആ രാജ്യത്ത് തീരുമാനം എടുക്കുക, റഷ്യയിൽ നിന്ന് വാങ്ങണോ അമേരിക്കയിൽ നിന്ന് വാങ്ങണോ എവിടുന്ന് വാങ്ങണോ എന്നുള്ളത്. പക്ഷേ ആസ് എ സ്ട്രെങ്ത് പറയുമ്പം, അമേരിക്കയുടെ ഒരു പോയിന്റിൽ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജികൾ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക പറയുകയാണ് അവരോട് സഹകരിക്കുന്ന രാജ്യങ്ങളോട് ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈൽഡ് ചെയ്യേണ്ട ഒരു പ്രതിഭാസം വരാറുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ തെറ്റും പറയാനുള്ള ശരിയും പറയാനുള്ള. അല്ല, മൂന്നാമതൊരു രാജ്യത്തിന്റെ ഉത്തരവ് വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ ഇതിനകത്ത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഈ ഉത്തരവ് പ്രകാരമേ ഇന്ത്യക്ക് ഇപ്പോൾ എണ്ണ വാങ്ങാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളോ, അതോ അവർ നേരത്തെ ഒരു നിരോധനം കൊണ്ടുവന്നിരുന്നു, അത് പക്ഷേ ഇന്ത്യ മാനിച്ചിരുന്നില്ല, അപ്പോൾ ആ നിരോധനം അവരുടെ അടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇതിൽ ഇന്ത്യ ഈ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മഞ്ജുഷേ, നമ്മൾ ഇന്ത്യയുടെ ഡിപ്പെൻഡൻസി റഷ്യയുമായിട്ടുള്ളത് വളരെ മൈന്യൂട്ട് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അത് സിഗ്നിഫിക്കന്റ്ലി കൂടി. റഷ്യ എനിക്ക് എത്രയാണ് കറക്റ്റ് അറിയില്ല, എനിക്ക് 50% or 40% സംതിങ് ലൈക്ക് മേളിലേക്ക് പോയി. പിന്നെ അത് 20% താഴേക്ക് വന്നു. അപ്പൊ അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ യെസ് ആണ്. എന്നാൽ അത് കൊടുത്തിട്ട് ഇന്ത്യക്ക് മറ്റു പല കാര്യങ്ങളിലും എന്താ പറയുക അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തേത്, വളരെ ഡിബേറ്റബിൾ ആയിട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തി ട്രംപ് ആണെന്ന് എനിക്ക് തോന്നുന്നത് 70, 80, 100 തവണ എല്ലായിടത്തും പോയി പറയുന്നുണ്ട്. റൈറ്റ്. അപ്പൊ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് റെഫ്യൂസ് ചെയ്തിട്ടില്ല ഇന്ത്യ ഒരു പരിധി വരെ. എന്നാൽ മുമ്പേ പാനലിസ്റ്റ് പറഞ്ഞ കണക്ക് തന്നെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറഞ്ഞ് സിറ്റുവേഷനെ ഫർദർ വഷളാക്കുന്നതാണ് ബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇന്ത്യക്ക് മറ്റ് വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ മറ്റ് വ്യാപാര താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഫോറിൻ പോളിസി എന്ന് പറയുമ്പോൾ ഇതിനെ ഇൻ ടോട്ടാലിറ്റിയെ നോക്കണം. ആ ടോട്ടാലിറ്റിയെ നോക്കിയിട്ട് ഓരോ രാജ്യത്തിന് എന്താണ് മുൻഗണന അല്ലെങ്കിൽ പ്രിയോറിറ്റി എന്ന് നോക്കുന്ന കാഴ്ച ആ ഒരു കാര്യത്തിൽ പോകുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയുന്നത്. സിബി, ഇതൊരു പുതിയൊരു അനുമതി പത്രമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുവാൻ അമേരിക്ക ഇന്ത്യക്ക് ഒരു അനുമതി പത്രം നൽകുന്നു. ഈ രീതിയിലാണല്ലോ രാജ്യത്ത് പ്രതിപക്ഷം ഇതിനെ ആഘോഷിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അതൊരു ആരോപണം മാത്രമല്ലേ? അതെങ്ങനെയാണ് മഞ്ജുഷ ആരോപണമാവുന്നത്? നിലവിൽ ഇപ്പം നമ്മൾ നോക്കുക, അതായത് ഇപ്പൊ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് അമേരിക്ക നിർത്താൻ പറയുന്നു. ഇപ്പം ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത് അതാണ്ട് ഞങ്ങൾ നിർത്തിയില്ലല്ലോ, കുറച്ചതല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എണ്ണ വാങ്ങലൊന്നും ഒരു പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് സ്ട്രാറ്റജിക് ആയിട്ട് കുറച്ചുകൊണ്ടുവരിക, മറ്റിടത്ത് വാങ്ങുന്നത് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു നയമാണ്. അതായത് 2022 റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അന്ന് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്, അതായത് അതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് പ്രൈസ് ആയിട്ട് വരുന്നത്, ബ്രെന്റിന് $68 സംതിങ് വിലയുള്ളപ്പോൾ റഷ്യ നമുക്കൊരു വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുകയും $38 പെർ ബാരലിനാണ് ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്നത്. അതായത് 40% മുകളിൽ ഡിസ്കൗണ്ട് ഇന്ത്യക്ക് തന്നു. ഇന്ത്യക്ക് തന്നിട്ട് ആ വിലയ്ക്കാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2022 നിന്ന് വാങ്ങി തുടങ്ങി നമ്മൾ പീക്ക് 40% വരെ എത്തി. 40% വരെ എത്തിയപ്പോഴാണ് അമേരിക്കയുടെ ഈ ഇൻഡാസും ഈ പറഞ്ഞ ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കുമെന്നൊക്കെ വീരസ്യം പറയുന്നെങ്കിലും നമ്മൾ പിന്നെ കാണുന്നത്, ഞാൻ ഈ പറയുന്ന റോയിട്ടേഴ്സ് ഡാറ്റയാണ്. അപ്പൊ നമ്മൾ പിന്നെ കാണുന്നത് ഈ എണ്ണ വായ്പ ക്രമാനുഗതമായി കുറച്ചുകൊണ്ടിരുന്നതാണ്. 40% നിന്ന് നമ്മൾ 21% എത്തുന്നു. മനസ്സിലായി? അതായത് 19% കുറയുകയാണ്. 20 ലക്ഷം ബാരൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ലാസ്റ്റ് ഫെബ്രുവരിയിൽ 8 ലക്ഷം ബാരലായിട്ട് കുറയുന്നു. ഇതെന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് ഈ എണ്ണ വായ്പ കംപ്ലീറ്റ് ഒന്നും നിർത്താൻ പറ്റില്ല. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്താണോ പറഞ്ഞത് അതിനെ അതുപോലെ അനുസരിക്കുന്ന ഒരു സർക്കാരിന്റെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇപ്പൊ അവർ പറയണോ, ഓക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ, ഇവിടെ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് മറ്റു സ്ഥലത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. GCC കൺട്രീസിൽ നിന്ന് 55% നമ്മുടെ വായ്പ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും, കാരണം ഈ കടലിടുക്ക് അടച്ചതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോളൂ. അപ്പൊ നമ്മൾ ശരി തമ്പ്ര എന്ന് പറഞ്ഞിട്ട് നേരെ റഷ്യയിലേക്ക് പോയി ബാക്കി വാങ്ങിക്കുന്ന ഒരു ദയനീയ കാഴ്ച. നമ്മൾ ഇക്കാര്യത്തിൽ ഈ US ട്രഷറിയുടെ ഒക്കെ ഓർഡർ ഇറക്കുന്നത് നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നതല്ലാതെ നമ്മുടെ ഔദ്യോഗിക നിലപാട് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഇപ്പം വാങ്ങുന്നുമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോടൊപ്പം ഇതിനകത്ത് വസ്തുതപരമായ ഒരുപാട് കാര്യങ്ങളും ശരിയുമുണ്ട്, ശരികേടുമുണ്ട്.
നമ്മളെടുത്ത നിലപാടുകൾക്ക് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബ്രിക്സിൽ കൂടി നമ്മൾ ഡോളർ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടേതായ ഒരു കറൻസി അവരുടേതായ കറൻസിയിൽ ചെയ്യാനും ഭാവിയിൽ ബ്രിക്സിൻ്റേതായ ഒരു പുതിയ കറൻസിയെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ഇത് അമേരിക്കയിലെ പ്രസിഡന്റിനെ നല്ലതുപോലെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഡോളറൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. 2, ട്രേഡിൻ്റെ കാര്യത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക. അപ്പോൾ ട്രേഡിൻ്റെ കാര്യത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് തമ്പ്രാ തരുമോ എന്ന് ചോദിക്കുകയല്ല. ആ പറഞ്ഞത് ശരിയല്ല. നമ്മൾ ട്രേഡ് മറ്റ് രാജ്യങ്ങളുമായിട്ട് ചെയ്യുകയാണ്. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അവിടെ നിന്നൊക്കെ ബന്ധപ്പെടാം. ഇറാനുമായിട്ട് നമുക്ക് സാംസ്കാരിക ബന്ധം മാത്രമല്ല, ഓയിലിൻ്റെ ബന്ധമുണ്ട്. നമുക്ക് ഇതല്ലാതെ സൗദി അറേബ്യയിൽ നിന്ന് ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ എവിടെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുമോ അത്തരം മേഖലയിൽ നിന്നൊക്കെ ഓയിൽ കൊണ്ടുവരും. അപ്പോൾ ട്രംപ് പറയുന്നതിൻ്റെ പുറകെ തലയും ചുറഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. അതിന് ഔദ്യോഗികമായിട്ട് നമ്മളൊരു നിലപാട് എടുക്കണം. നമ്മളിപ്പോഴും US ട്രഷറിയുടെ ഓർഡറിൻ്റെ ബേസ് ചെയ്താണ് അവരുടെ രാജ്യത്തിൽ അത് അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഓയിൽ വേറെ ഒരിടത്തും വാങ്ങിക്കാൻ പറ്റില്ല എന്നൊന്നും തിട്ടൂരമൊന്നും ഇറക്കിയിട്ടില്ല. നമ്മൾ ട്രേഡ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഓയിലിൻ്റെ സപ്ലൈ അമേരിക്ക റഷ്യയുടെ കാര്യത്തിൽ വാശി വയ്ക്കുന്നതിൻ്റെ കാര്യം ഉക്രൈൻ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ പേരിലാണ് അമേരിക്ക റഷ്യയുടെ കാര്യത്തിൽ നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നത് തടഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷേ നാളെ ഒരു കാലത്ത് ഈ സ്ഥിതി മാറുകയും ഇതല്ലാത്ത ഈ സ്ഥിതി മാറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓയിലിന് സൗദിയിൽ നിന്നും ബാക്കി രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് സോഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ഡോളറിനെതിരെ നമ്മൾ ഇന്ത്യൻ റുപ്പിയും ബ്രിക്സ് ഉൾപ്പെടെയുള്ള കറൻസി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ ഒരു കാലത്തും അമേരിക്കയുടെ ഒരു വാസൽ സ്റ്റേറ്റ് ആവില്ല. അതാണ് പറഞ്ഞത്, അമേരിക്കയുമായിട്ട് സഖ്യമുണ്ടെങ്കിലും ആ പാർട്ട്ണർഷിപ്പിനപ്പുറം നമ്മളൊരു അലൈൻഡ് കൺട്രിയേ അല്ല. അലൈൻഡ് എന്ന് പറയുമ്പോൾ മിലിറ്ററി ആയിട്ട് അലൈൻഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യത്തിൽ ഇന്ത്യ ഒരു ഔദ്യോഗികമായിട്ട് മറുപടി നൽകേണ്ടതല്ലേ? കാരണം ഇത്രയും കാര്യങ്ങൾ മറ്റൊരു രാജ്യം ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവ് നൽകുമ്പോൾ അക്കാര്യത്തിൽ നയം വ്യക്തമാക്കണം. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കുറവുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അത് പറയണം. അത് പറഞ്ഞാലേ രാജ്യത്തിൻ്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മളെടുത്ത നിലപാടിനെ വിമർശനത്തിന് വിധേയമാകും, തർക്കമൊന്നുമില്ല. അത് US ട്രഷറിയുടെ ഓർഡറിലല്ല നമ്മൾ നിൽക്കുക. ഇന്ത്യയുടെ വിദേശ നയം വരേണ്ടത് MEAയുടെ ഓർഡറിലാണ്. അപ്പോൾ MEA ഇക്കാര്യത്തിൽ എന്താണ് ഒരു വ്യക്തമായ നിലപാട് പറയാൻ താമസിക്കുന്നത് കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണം ഉണ്ടാകും, തർക്കമൊന്നുമില്ല. അത് എത്രയും വേഗം ക്ലാരിറ്റി ഉണ്ടാകട്ടെ കാര്യത്തിൽ. ശരി, സജിമോൻ ആന്റണി, ഇവിടെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ചർച്ച വന്നത് കേട്ടോ, വലിയ രീതിയിൽ ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് എന്ത് അവകാശം എന്ന രീതിയിൽ ഒരു ആഡ് ഓൺ ഉണ്ട്. ഇതിന് മുമ്പ് പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ട് എനിക്ക്. കാരണം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം ഇടക്കാലത്ത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയധികം ബൂസ്റ്റ് വന്ന ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനകത്ത്. അപ്പൊ അവിടെ നമ്മൾ ചേരിചേരാൻ നയമല്ല, നമ്മൾ ആക്ച്വലി റഷ്യയെക്കാളും കൂടുതൽ ഇവിടെ അമേരിക്ക ആഗ്രഹിച്ചതും ഇന്ത്യ ആഗ്രഹിച്ചതും, ബിക്കോസ് രണ്ടും മേജർ ഒരു ഡെമോക്രസിയാണ്. ചൈനയെ കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. അങ്ങനെ ചില അതുകൊണ്ട് നമ്മളെ ഒരു സ്ട്രാറ്റജിക് നല്ലൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരികയായിരുന്നു അൺടിൽ ടാരിഫ് യുദ്ധം വരുത്തുള്ളൂ. ടാരിഫ് ഇഷ്യൂ വന്നതിലാണ് അവിടെ ഒരു എന്താ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ഇന്ത്യ US ബന്ധത്തിന് ഒരു വിള്ളലുണ്ടായത് എന്ന്. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ആണ് ഈ പറഞ്ഞ എണ്ണയുടെയും മറ്റു കാര്യങ്ങൾ വന്നത്. അപ്പൊ ഏതായാലും മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് പുറകോട്ട് പോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മുന്നോട്ട് പോയി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഗവൺമെന്റ് വളരെ ധൃതി പിടിച്ച ഒരു സ്റ്റാൻഡ് പറഞ്ഞ് ഇനി അതിനകത്തൊരു രീതിയിൽ വെണ്ണ വെക്കാതെ ഒരു കാമായിട്ടിരുന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഒരു സ്ട്രാറ്റജിയാണ് ഒന്ന്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റിനും അറിയാം ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ഡയറക്റ്റ് ഫൈറ്റിന്റെ ഒരു ആവശ്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധവുമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഫോറിൻ പോളിസി എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊള്ളതല്ല, അതിനകത്ത് കുറേ ലാർജർ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് എടുക്കുന്ന കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. പിന്നെ മുമ്പ് പറഞ്ഞ മുഴക്ക് തന്നെ ഒരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞിട്ട് ഓൾ ഓഫ് എ സഡൻ സ്വിച്ച് ഇടുന്ന പോണക്ക് ഫോറിൻ പോളിസി ഒന്നും മാറാറില്ല. പ്രത്യേകിച്ച് അല്ലെങ്കിൽ അതുപോലൊക്കെ ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള കൺട്രികൾക്ക് മാത്രമേ അങ്ങനെ മാറ്റി പറയാനും എവരിഡേ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ലോലി അമേരിക്കയും ഇന്ത്യയുമായിട്ട് വരുന്ന ഒരു ക്ലോസ്നെസ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അത് സ്ലോലി ഒന്ന് വിള്ളലായി മാറിപ്പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഫ്യൂച്ചർ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. റീമ രണ്ടുപേരും ആ ഒരു സൗഹൃദം ഒന്നും കൂടെ ഇതായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റിയോ മുന്നേക്ക് പോകുമ്പോൾ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റുന്നത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ അംഗീകരിക്കുമോ? അംഗീകരിക്കുമെന്ന് 23% പ്രേക്ഷകർ മാത്രം, അംഗീകരിക്കില്ല എന്ന് 73%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.